തമിഴക രാഷ്ട്രീയത്തിലെ പുതിയ നീക്കങ്ങൾ നിലവിലുള്ള ചേരി ഉപേക്ഷിച്ച് പുതിയ ചില രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ചെറുകക്ഷികൾ തയ്യാറെടുക്കുമ്പോൾ അത് അവരുടെ ഇതുവരെയുള്ള പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമാണ്. പക്ഷേ ഈ നിലപാടെടുക്കുന്നതിന് കാരണമായി പറയുന്നത് ഇതെല്ലാം നിലവിലുള്ള ഭരണ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ എന്നതാണ് മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രം. എന്തായാലും തമിഴക രാഷ്ട്രീയം അതിശ്രദ്ധേയമായ നീക്കങ്ങളിലൂടെ കടന്നുപോകുന്നു. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, വിജയ് തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാകുമോ എന്നതാണ്. എന്തായാലും ആ നിർണായക തീരുമാനം ഇന്നറിയാം. ഒരുപക്ഷേ തീരുമാനം ഇന്നുണ്ടായാൽ നാളെ തന്നെ സത്യപ്രതിജ്ഞയ്ക്കുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, തമിഴക രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി കൂടിയാണ്. മറ്റൊന്നുമല്ലത് ദേശീയ തലത്തിലാണ് ഇതിൻ്റെ പ്രതിഫലനം. ഇന്ത്യ മുന്നണിയിലുണ്ടായ ആശയക്കുഴപ്പവും ഭിന്നതയുമാണ് ഇതിന് കാരണം. ദേശീയ തലത്തിൽ BJPക്ക് ബദലായി പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യമാണ് ഇന്ത്യ മുന്നണി എന്ന കൂട്ടായ്മ. കോൺഗ്രസ് ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ചെറുതും വലുതുമായ കക്ഷികളൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് BJPക്ക് ബദലായ രാഷ്ട്രീയ മുന്നേറ്റം നടത്തുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ കണ്ടതാണ്, ഏറെക്കുറെ അത് ഫലം കണ്ടതുമാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദേശീയ തലത്തിലുള്ള ഒരു ഐക്യം ഇപ്പോഴത്തെ ഈ തമിഴ്നാടിൻ്റെ സാഹചര്യത്തിൽ അതിന് ഏതൊക്കെ തരത്തിലുള്ള ഭിന്നത ഉണ്ടായി എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, ഇന്ത്യ മുന്നണിയിലെ സുപ്രധാനമായൊരു കക്ഷിയാണ് DMK. കാരണം DMK മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ MP-മാരുടെ കരുത്ത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഒരു പ്രത്യേക ബ്ലോക്കായി നിൽക്കാൻ അവർക്ക് നേട്ടമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ രീതിയിൽ മാറിയിരിക്കണം. ഇനി ഈ കോൺഗ്രസുമായി സഹകരിക്കാനില്ല എന്ന കാര്യം DMK ലോക്സഭാ സെക്രട്ടറി ജനറൽ കത്തായി രേഖാമൂലം തന്നെ നൽകിയിട്ടുണ്ട്. കനിമൊഴി MP ആണ് ഇക്കാര്യത്തിൽ കത്ത് നൽകിയിരിക്കുന്നത്. സമാനമായി മറ്റു ചില പാർട്ടികൾ കൂടി നിലപാടെടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി ഇനി എന്തായിരിക്കുമെന്ന വിഷയം കൂടിയാണ് ഉയർന്നു വരുന്നത്. നോക്കുക, ഇതാണ് ഇന്ത്യ മുന്നണിയുടെ സ്ട്രക്ചർ. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, തൃണമൂൽ കോൺഗ്രസ്, ശിവസേന, NCPയുടെ ശരത് പവാർ പക്ഷം, JMM, CPIM, CPI, RJD, നാഷണൽ കോൺഫറൻസ്, മുസ്ലിം ലീഗ്, RSP, ഇങ്ങനെ ചെറുതും വലുതുമായ പാർട്ടികളുടെ ഒരു വലിയ ഐക്യമാണ്, ഒരു ബ്ലോക്കാണ് ഇന്ത്യ മുന്നണി എന്ന പേരിൽ രേഖപ്പെടുത്തുന്നത്. നിരവധി പ്രതിപക്ഷ മുന്നേറ്റങ്ങൾക്ക് ഇടവച്ചിട്ടുണ്ട്. പലപ്പോഴും വലിയ ആശയക്കുഴപ്പങ്ങൾ പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ഏറെക്കുറെ BJP വിരുദ്ധ പോരാട്ടത്തിൽ, BJPക്കെതിരായ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഏറെക്കുറെ ഒന്നിച്ചു നിൽക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഈ മുന്നേറ്റം സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും പ്രകടമായിട്ടുണ്ട്. ചിലയിടങ്ങളിലേക്ക് വരുമ്പോൾ വ്യത്യസ്ത സാഹചര്യമുണ്ട്. നമുക്കറിയാം, തൃണമൂൽ കോൺഗ്രസിൽ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു കക്ഷിയാണ്. തൃണമൂൽ കോൺഗ്രസിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മറ്റ് കക്ഷികളുമായി അവർക്ക് സഹകരണമില്ല. അവർ വേറൊരു ബ്ലോക്കായി തന്നെ നിന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ പൊതുവായ രീതികളിൽ അവർ സഹകരിച്ച് മുന്നോട്ട് പോകുന്നു.